ഹലോ ഹലോ. നീ ഓഫീസിലാണോ? അല്ലാതെ ഈ സമയത്ത് ഞാൻ അവിടെ പോകാനാ? എനിക്കൊരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ആ, പറഞ്ഞോ. ഇല്ല, നേരിട്ട് പറയാം. എന്ത്? അ, ശ്ശേ, ഏ നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ട വേണ്ടാന്ന്. എന്ത്? നീ കാര്യം പറയടി. ഒരു 5 മിനിറ്റ് എനിക്ക് സമയം തരും, ഞാൻ ഒന്ന് വീടെത്തിക്കോട്ടെ. എന്തു തേങ്ങ ഇപ്പൊ കാണിക്കണം. ഡാ 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 ഇയാള് നേരത്തെ വന്നു പോണ്ടല്ലോ. കഥ പറഞ്ഞേ. ഡാ ആ ആ ഇതാ വരുന്നു. എന്തേടാ? വാതിലൊക്കെ തുറന്നിട്ടേക്കാണല്ലോ. ആരെങ്കിലും കയറി എന്തെങ്കിലും കൊണ്ട് അറിയോ നീ? ഞാൻ പാട്ട് കേൾക്കുമായിരുന്നു. പാട്ട്. മറിക്കേ മറി. ഇതെന്റെ ഹെയർ ക്രീം ആ അല്ലേ? അല്ല, അത് തീർന്നോണ്ട് അമ്മ എടുത്തോളാൻ പറഞ്ഞ. തീർന്ന പട്ടം എന്തിനാ നിനക്ക്? അല്ല, തീരാറായോണ്ട് അമ്മ എടുത്തോളാൻ പറഞ്ഞ. അമ്മേ? അമ്മ 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 ആ. അമ്മ അമ്മയുടെ ഇവനെന്ത് പതിവില്ലാതെ എൻ്റെ മുറിയിൽ. എപ്പോ വന്ന്? ഞാൻ രാവിലെ എത്തി. കഴിച്ചായിരുന്നോ? ആ കഴിച്ചു. നീ നീ കുറച്ച് സമയം കഴിഞ്ഞത് മേലേക്ക് വാ. ആ ഇപ്പോൾ എന്നോ? ഇപ്പോൾ ഉണ്ടോ? ഒന്ന് ഫ്രീ ആയിട്ട് വന്നാൽ മതി. ആ വരാം. ഓക്കെ. എന്തോ ഉണ്ടല്ലോ. അതെ, എന്നെ എന്തിനെങ്കിലും വിളിച്ചു വരുത്തേ? അല്ല, ഞാൻ ആ ഹോസ്റ്റലിൽ നിന്നുള്ളായിരുന്നോ? ആ, എന്താ അറിയോ, അച്ഛനമ്മയും വരാൻ എന്തായാലും 2 ദിവസം വൈകും. അതിന്? അതുകൊണ്ട് ഇവിടുത്തെ കോഴിക്കും പട്ടിക്കൊക്കെ തീറ്റ കൊടുക്കാൻ ആൾ വേണം. ഞാനോ? ആ, നീ തന്നെ. ആ അതെ, ഒന്ന് അങ്ങോട്ടേക്ക് വന്നിട്ട് മറക്കരുത്. ഈ കോഴിനെ കൊന്ന് പട്ടിക്ക് കൊടുത്തല്ലോ. ഡാ, അതൊന്നും നശിപ്പിക്കല, അവിടെ വെക്കത്. നീ ഇത് അടിക്കുമല്ലോ. ആൽക്കഹോൾ. ആ എൻ്റെ വേറെ ബ്രാൻഡൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ. ആ എനിക്ക് അങ്ങനൊന്നുമില്ല. എന്നൊരു കാര്യം ചെയ്ത് താഴെ 2 ഗ്ലാസും വെള്ളവും ഞാനൊരു കവർ വെച്ചിട്ടുണ്ട്, അതുകൂടി ഇങ്ങോട്ട് എടുത്തോ. പണ്ടൊരു കുറ്റിപിടി കട്ട് വലിച്ചതിന് ഇവനെ കണ്ടുപിടിക്കാൻ പറഞ്ഞ പിതാശ്രീ നിങ്ങളുടെ മകൻ പഴിച്ചു പോയിരിക്കുന്നു. അല്ല, കുറച്ചുകൂടെ ചെയ്തു. ആ മതി. ഇതിവിടെ ഉണ്ടായിരുന്നു. ചിയേഴ്സ് പറയുന്ന സ്വഭാവം ഇല്ല അല്ലേ? ലവ് സഭ സമയത്ത് പറഞ്ഞ പോരെ? മതി, ഇരുന്ന് വിളിച്ചോ. ബഹുമാനം വേണ്ട, ബഹുമാനം മദ്യത്തോട് കാണിച്ചാൽ മതി. അതുകൊണ്ടല്ല എനിക്ക് വിളിച്ച് ഞാൻ കുറെ കുടിക്കാൻ എൻ്റെ ആശ പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ്റെ ഈ ഒരു ഇമേജിന് മനസ്സിലുണ്ടാവില്ല, പക്ഷേ നല്ല രസമാണ്. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ പൊന്നു ചേട്ടാ, ഉപദേശമാണെങ്കിൽ വേണ്ട. ഇത് കേട്ടുമെടുത്തില്ല ഞാൻ ഹോസ്റ്റലിലേക്ക് പോയത്. പിന്നെ നിന്നെ ഉപദേശിക്കാൻ
ഇതൊന്നും അല്ല. ഇതെനിക്കൊരു സീരിയസ് ആയ കാര്യം നിന്നോട് പറയാനുണ്ട്. ആ ഞാനും വിചാരിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഈ മദ്യം മേടിച്ചേണ്ട ആവശ്യം ചേട്ടനില്ലല്ലോ. ഒരെണ്ണം കൂടി കേട്ടെ. ആ കുറച്ച് കുറച്ചോട്ടെ. ആ ആ ആ എടാ അതെ, എനിക്കൊരാൾ ഇഷ്ടമാണ്. പെണ്ണാണോ ആണാണോ? ആ രണ്ടെണ്ണം കുഴപ്പമില്ല, ഞാൻ സംസാരിക്കാൻ പറ്റൂ. ഒരറ്റ അടിക്കണ്ടല്ലോ നിന്റെ. ഇതാവുന്നല്ല വിഷയം. എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ്. ശരിക്കും? അതെ. ഓ അപ്പം കൈക്കൂലിയാണല്ലോ ഇത്. ഒരു പെൺകുട്ടി വിളിക്കാൻ എന്നെ സംബന്ധിച്ച് സിമ്പിൾ പരിപാടി. അപ്പം അത് വിട്. നീ അവളെ വളക്കൊടിക്കൊന്നും വേണ്ട. ഞങ്ങൾ 4 വർഷമായിട്ട് ഇഷ്ടത്തിലാണ്. ഓഹോ ആഹാ ശ്രീ. എടാ നീ ഞാൻ പറയുന്നത് ആദ്യം മുഴുവനായിട്ടൊന്ന് കേക്ക്. ഇപ്പം ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ട്. അത് തീർക്കാനാണ് എനിക്ക് നിന്റെ സഹായം വേണ്ടത്. ഇതെന്നെ സംബന്ധിച്ച് മറ്റൊരു സിമ്പിളായ കാര്യം. ഇത് പിന്നെ യൂഷ്വൽ ബെസ്റ്റ് ഇഷ്യൂ, അതോ സംശയമൊക്കെ കാമുകി, അതോ വീട്ടുകാരുടെ പ്രശ്നം, ഇതെന്താണല്ലോ ഇവിടെ വെച്ച് നമ്മൾ തീർക്കിയ കേസ്. എടാ നീ എന്ത് തേങ്ങയ്ക്ക് പറയണേ? അതൊന്നല്ല പ്രശ്നം. ഷീസ് പ്രഗ്നന്റ്. പ്രഗ്നന്റ്? ഓ ക്രിസ്ത്യാനിയാ? അല്ല ചേട്ടൻ എന്താ പറഞ്ഞേ? പറ്റിപ്പോയി. ഇവനെന്തിങ്ങനെ നോക്കണേ? പറ്റിപ്പോയി. പണ്ട് ഒരു കുറ്റിവീട് കട്ട് വലിച്ചതിന് നിന്നെ കണ്ടുപിടി, നിന്റെ കാലി കഴി വെള്ളം കുടിക്കുന്ന അദ്ദേഹമില്ലേ, അയാളിങ്ങ് വരട്ടെ. അയാളുടെ മുമ്പിൽ വെച്ച് നിന്റെ മുഖംമൂടി വലിച്ചു കീറുകയുമ്പോഴാ എനിക്ക് സമാധാനമുള്ളൂ. എടാ ഞാൻ പറഞ്ഞില്ലേ പറ്റിപ്പോയി. ആ പറ്റിപ്പോയി. നിനക്ക് പറ്റുമ്പോൾ അബദ്ധം, എനിക്ക് പറ്റുമ്പോൾ ഞാൻ ഈ പഞ്ചായത്ത് കണ്ട ഏറ്റവും വലിയ കള്ളൻ നാറി അല്ലടാ പൊട്ടി. എടാ നാറി, നീ കണ്ട പള്ളിപ്പെരുന്നാളിന് അമ്പലപ്പറമ്പിലും പോയി ഇടിയുണ്ടാക്കും. അവിടെ കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ വരണം വേണ്ടേ? കള്ളും കുടിച്ച് പോലീസ് പിടിച്ച് കൊണ്ടുപോകുമ്പോൾ ജാമ്യത്തിൽ ഇറക്കാനും ഞാൻ വരണം അല്ലേ? അതും അമ്മയും അച്ഛനും അറിയാതെ. എന്നിട്ട് എനിക്കിപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ നീ എനിക്ക് വേണ്ടാന്ന് വെക്കുമ്പോൾ നീ ഡീലാക്കാം. ചട്നി ഒഴിക്കട്ടെ. ഒഴികെ എന്തിനാണോ പൊടി വെച്ചോ? പറ്റിയത് പറ്റി. ഇനി നമ്മൾ എന്ത് ചെയ്യും? എടാ ഞാനിപ്പോൾ ജോലിക്ക് കയറിയോ, ഒട്ടും സെറ്റിൽഡ് അല്ല. അവളാണെങ്കിൽ IIT പോകണമെന്നൊക്കെയാണ് പറഞ്ഞ്. എനിക്കറിയില്ല. സോ അവളിന്ന് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യം അറിയാം. ഡേറ്റ് മാറിയെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചുകൊണ്ട് അവൾ എന്നെ വിളിച്ചു. കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ കിളി പോയി. സോ റിട്ടേൺ ടിക്കറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതിന്ന് രാത്രി തന്നെ എങ്ങനെയല്ല അവളുടെ വീട്ടിലെത്തിക്കണം. ഇന്ന് രാത്രിയോ? ആളുടെ വീട് എവിടെ എന്ന് പറഞ്ഞേ? കണ്ണാടി മുക്ക്. കണ്ണാടി മുക്കിലെവിടെ? കണ്ണാടി മുക്കിൽ ആ പോസ്റ്റ് ഓഫീസിൻ്റെ ബാക്കിൽ. ആ 2 നില വീടാ? ആ നീ അറിയോ? അല്ല ഒരുവിധം എല്ലാ പോസ്റ്റ് ഓഫീസിൻ്റെ ബാക്കിലുള്ള വീട് 2 നില ആയിരിക്കും. ഞാൻ അവനോട് എല്ലാ കാര്യം പറഞ്ഞു. ഒരു കുഴപ്പമില്ല. പേടിക്കൊന്നും വേണ്ട, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ അങ്ങോട്ട് വരിക. അത് പിന്നെ അച്ഛനൊക്കെ ഉറങ്ങിയല്ലോ അല്ലേ? എടാ വാ വാ വണ്ടി. ഇതാണ് വീട്. കൊള്ളാം, മനോഹരമായ വീട്. ഉറങ്ങിയല്ലാരും. ഒരു വീട്ടിൽ പറ്റിയ സമയം. പുളിങ്കൊമ്പൊന്നുകൊണ്ട് പുളിമരത്തി പിടിച്ചേക്കുക. വെട്ടണ്ട വരും. അവള് പുറകുവശത്തെ അതിൽ തുറന്നിടും. ഓക്കെ, ഞാൻ അതിൽ സാധനം കൊടുത്തിട്ട് വരും. നീ ഇവിടെ തന്നെ നിന്നോണം.
ഓക്കെ പുറത്തെ കാര്യം മുഴുവൻ ഞാനായിട്ടു ചേട്ടൻ ധൈര്യമായിട്ട് നോക്കും. പക്ഷെ നമുക്ക് വലതുവശത്തെ കപ്പത്തോട്ടം വഴി വരുവാണെങ്കിൽ ഇത്ര റിസ്ക് എലമെന്റ്സ് ഉണ്ട്. അത് ശരിയാണല്ലോ. അല്ല നിനക്കിങ്ങനെ ചേട്ടാ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലേ പഠിച്ചേ. അപ്പോൾ ഒരു വീട് കണ്ട് അതിൻ്റെ ചുറ്റുപാട് കണ്ടുപിടിക്കാൻ എനിക്ക് വലിയ പാടൊന്നുമില്ല. അവരോട് ആലോചിക്കണം ചേട്ടൻ. നമുക്ക് പിന്നെ ഫോൺ സൈഡിലൊക്കെ മറക്കണ്ട. എനിക്ക് സ്ഥിരമാണല്ലേ. ആ എടാ അവിടെ ആരും ഉള്ള പോലൊരു തോന്നൽ. ഉറങ്ങിക്കാണൂല്ലേ? ആരുമില്ല. ഞങ്ങളൊക്കെ പോത്തത് പോത്തുന്നല്ല ഇരുമിയത്. പോത്തത് പോണ്ടിച്ചേരി പോത്ത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റ് പോണ പോത്താണ്. ഇതൊക്കെ എനിക്കറിയോ? അതൊക്കെ എനിക്ക് നേരത്തെ അറിയാം. കണ്ണു മുടിക്കണല്ലോ. ഞാനെന്നാ അങ്ങോട്ട് പോയിട്ട് വരാം. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. സോറി. ഓക്കെ. ഒരു വഴിക്ക് പോലെ വെച്ചോ. ഓ പോത്തിന് ഇവനൊന്നും ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു. മാന്യായിട്ട് പോവാം. ഹലോ ഹലോ, എടാ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. നീ പേടിക്കൊന്നും വേണ്ട. ഞാൻ പറയുമ്പോൾ അങ്ങ് ചെയ്താൽ മതി. ഹലോ ആ, ഹലോ. ആ പറയൂ. എടി ചേട്ടൻ അകത്ത് കയറുന്ന ഉറപ്പായി കഴിഞ്ഞാൽ നീ 3 തവണ കള്ളൻ കള്ളൻ കള്ളെന്ന് വിളിച്ചാൽ എന്തിന്? എൻ്റെ പൊന്നടി, ഒരു ചോദ്യത്തിലുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. നീ ഞാൻ പറയുമ്പോൾ അങ്ങ് ചെയ്യും. എല്ലാം നല്ലത്. പോലീസ് എടാ പോലീസ് വെൽ പോത്തെ പോലീസ്. എടാ അടുത്ത ചെന്റെ കൂട്ടുകാരുടെ കല്യാണം. വെജാണ് നോൺ വെജാണ്? വേറെ ഒന്നുമില്ലടി. നല്ല ഫുഡ് വെച്ചിട്ട് എത്ര നാളായി. എടാ നമ്മുടെ കല്യാണം ഇനി എപ്പോഴാ? നമ്മുടെ കല്യാണം. നീ പഠിച്ച് ഒരു നല്ല ജോലിയൊക്കെ മേടിച്ച് എന്നെ നമ്മുടെ 3-4 മക്കളെയൊക്കെ നോക്കാൻ പ്രാപ്തിയായി കഴിഞ്ഞാൽ അപ്പം നമ്മുടെ കല്യാണം. സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. അല്ല ഞാനിപ്പോൾ എന്ത് പറയാനാ? അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചേച്ചി കല്യാണം അയക്കാതെ എനിക്ക് കല്യാണം അയക്കാൻ പറ്റില്ല. അതിപ്പോൾ പോത്തുള്ള പറഞ്ഞാൽ എൻ്റെ വീട്ടിലല്ലേ. അവൻ ഈ പ്രേമൊക്കെ ക്രിഞ്ച് ഫീലിംഗാണ് പറഞ്ഞത്. അവിടെ ഉണ്ട് ഒരുത്തി എന്തോ അയേജ് തന്നെ മറിക്കുന്നു പറഞ്ഞിരിക്കുക. ഫുൾ ടൈം പഠിത്തം. ഈ പഠിപ്പിച്ചാൽ നമുക്കൊരു ഭീഷണിയാണ്. എടാ നമുക്കെന്തൊരു കാര്യം ചെയ്യാം. അവർ രണ്ടുപേരും സെറ്റാക്കിയാലോ? നമുക്കിതൊന്നും നടക്കാത്ത കാര്യങ്ങളെ അവിടെ പോയി സംസാരിച്ചാൽ. എടാ കാര്യമായിട്ടും അച്ഛൻ ഇന്നലെ കൂടെ അമ്മയോട് പറഞ്ഞോളൂ ഞാൻ രണ്ടുപേരെ വീട്ടിൽ കെട്ടിച്ചിടുന്ന കാര്യം. അപ്പോൾ ഓളം നിനക്കല്ല, നിന്റെ അച്ഛൻ്റെ തലയ്ക്കാൻ. എടാ നീ എന്ത് തേങ്ങയ്ക്ക് പറയണം? അതൊന്നല്ല പ്രശ്നം. എന്നാ പേര് ഞാൻ അനുവെന്ന് വിളിക്കും. എൻ്റെ ഈശ്വര, ഈശ്വരന്മാരെ മൊത്തം വിളിക്കാൻ വരട്ടെ. ഇതിൽ ഏറ്റവും വലിയ ചെയ്തോപകാരം എന്താണെന്നറിയോ? നിന്റെ ചേച്ചി ഇപ്പോൾ ഗർഭിണിയാണെന്നുള്ള. ഹലോ ചത്ത. ഹലോ ഞാൻ കള്ളനല്ല കൊച്ചേ. ഹലോ കൊച്ചേ, ഉറങ്ങാൻ പാടില്ലായിരുന്നു. അവന്റെ വേദന ഉണ്ട് ഏട്ടാ. നല്ല നല്ല സുഖം, നല്ല സുഖം. കുടിക്കണ്ട വേണം. നിന്റെ കുതികാരാണ് ഇവിടെ ഇരിക്കണേ. നിന്റെ മൊത്തം എന്താ ടെൻഷനൊന്നും ഇല്ലാത്ത? എന്തിന്? ഇതെന്നെ അച്ഛനെ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കാണെന്താ? അപ്പൊ നമ്മുടെ കാര്യമോ? അതിനൊക്കെ ഇനി സമയമുണ്ട്. അവനെ വിശ്വസിക്കാലോ. എൻ്റെ അനിയനോട് പറയല്ലോ, ഈ കാര്യത്തിൽ നിനക്ക് എന്നെക്കാളും വിശ്വസിക്കും. ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ തീരുന്നതിന് മുമ്പ് ഞാൻ ബാംഗ്ലൂർ പിടിക്കും. അപ്പൊ ഞാൻ ആരായി? എടി അപ്പോഴത്തേക്ക് നീ ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ പെട്ടെന്ന് ഇങ്ങ് വരാം. വരും. നിന്റെ ഒടുക്കത്തെ ഒരു ഐഡിയ. എത്ര ഏട്ടാ? 80. ഞാൻ ഗൂഗിൾ പേ.